തീർത്താ തീരാത്ത പല പ്രശ്നങ്ങളും ഈ പാർട്ടി ദിനം പ്രതി നേരിടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇത് ഞങ്ങളുടെ വക കൂടി എന്നാണോ? ചന്ദ്ര ഓളൊരു പെണ്ണാണ്. സമൂഹ മീഡിയ എല്ലാം ഓളുടെ കൂടെ അല്ലേ നിൽക്കൂ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ വേണ്ടേ? ആളും മൈതാനവും മയക്കും വെച്ചല്ല ഒരു പ്രശ്നം തീർക്കേണ്ടത്. അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പാർട്ടീനെ നാണം കെടുത്തരുത് ആരായാലും. ഇനിയോള് സ്റ്റാൻഡിലൂടിയ നാണക്കേടാണ് സഖാവേ. അതിനോള് സ്റ്റാൻഡിലിറങ്ങി ഓടുമ്പോഴല്ലേ അതപ്പം നോക്കാം. അപ്പൊ ഈ വിഷയം നമ്മൾ ഈടെ വെച്ച് അവസാനിപ്പിച്ചു. എന്നാ ചെല്ല്, പണികളേണ്ട. എന്നാ ശരി മാഷേ. കുറച്ചു നേരമല്ലോ അടക്കടന്ന് പരിങ്ങുന്നു. ആരാ? സഖാവേ, അത് നിങ്ങളെ പുതിയ ഗൺമാനാന്ന്. ഇന്നലെ വന്നിനേനു. കൊടുക്കാം. രാവണി മാഷ്. ആ മാഷെ, ഞാനിവിടെ പാർട്ടി ഓഫീസിലുണ്ട്. പുതിയ ഗൺമാനാ? അതെ. ബാബാ ഹലോ. രാജേഷ് ചേട്ടാ, എന്താണ് ഒരു വിവരമില്ലല്ലോ? നമ്മൾ ഇവിടെ തന്നെ ഉണ്ടപ്പാ. ഏച്ചി ഈടേടി ഉണ്ടല്ലോ. അല്ല, എന്നിട്ട് നിങ്ങൾ വരുന്നില്ല? ഓ അതെയാ. ഞാൻ ഇവിടെയുണ്ട്. ചേച്ചി രാജേഷ് ചേട്ടനാ. ഹലോ രാജേട്ടാ, എന്തെല്ലാം ഉണ്ട്? നിങ്ങൾ തലേന്നേ വരൂന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേ? അച്ചാച്ചന് ഈടെ ഉണ്ടേനല്ലോ. രാമയുടെ അച്ചാച്ചന് കൊടുത്തു. അമ്മ കണ്ടില്ലല്ലോ മോളെ. ഒരു മിനിറ്റ്. അജയന്റെ ഏറ്റവും വലിയ ആഗ്രഹം നാളെ നടക്കാൻ പോകും. ഷോനില്ലാണ്ടായി പോയി. പാവം എന്റെ മോള്. എന്റെ മോൻ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാ. പക്ഷെ പാർട്ടിക്കാർ ആരും തിരിഞ്ഞു നോക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല. ഇതിനെങ്ങനെയാ ഞാൻ നന്ദി പറയണ്ടേ? ഞാനല്ല, പാർട്ടിയാ തരുന്നത്. അങ്ങനെ കാണാവൂ. എന്നാ ഞാൻ ഇറങ്ങുന്നു. നാളെ കോടതിയിൽ ഒരു ഹിയറിംഗ് ഉണ്ട്. അതാ രാത്രി തന്നെ വന്നത്. ഈടത്തോളം വന്നിട്ട് മോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരുപടി പറ്റി വരാതെ പോയാൽ ഓക്ക് സങ്കടാവും. പോകുന്നേട്ടാ, ഞാൻ താഴെ കണ്ടിനു. കേറി വരൂന്ന് അമ്മ പറഞ്ഞു. സുജക്ക് സന്തോഷായി. ഇതല്ല സതീശ, മാലയിട്ടാ. അടുത്ത മാസം പോണം. സൈഷ എന്നാ വിളമ്പിക്കോ. എടുക്കാം. ബിരിയാണിയാ, ഞാൻ കഴിക്കൂലല്ലോ. അറിയപ്പാ, നാളെ ചോറല്ലേ. വാ. ചെല്ലി പോയിട്ട് ഫുഡിന്റെ കാര്യങ്ങളും നോക്ക്. എല്ലാത്തിനും ശ്രദ്ധ വേണം കേട്ടാ. ഇതാണോ വിളമ്പുന്നത്? അതെ. നിങ്ങളാരേനും? ഞാൻ സഖാവിൻ്റെ പുതിയ ഗൺമാനാണ്. ഓ, ഇത് സേഫ് ആണല്ലോ അല്ലേ? അതെ. അത് പ്രൊട്ടക്ഷൻ. ഫുഡിൽ പോയിസൺ ഒന്നും ഇല്ലാന്ന് ചെക്ക് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യണമല്ലോ. നല്ല ബുദ്ധിയാന്നല്ല സാറേ. നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ചത്തുപോയില്ലേ ഇതിൽ വിഷം ഉണ്ടെങ്കിൽ? ഒരു കല്യാണ വീട്ടിൽ നിന്ന് തിമ്മാതിരി വർത്താനം പറയുന്നു. വിജയ്, ഇയാളാള് മോശമില്ലല്ലോ. നമ്മൾ കുറച്ച് ഗവൺമെന്റ്മാരൊക്കെ കണ്ടിട്ടുണ്ട് സാറേ. വീട്ടിൽ പറഞ്ഞു എന്നിട്ട് നമുക്ക് ആരാന്ന് എനിക്കറിയാം.
ഇവിടുന്ന് വർത്താനം പറയുമ്പോ ആലോചിച്ച് പറയണം കേട്ടോ. എന്റെ ഫിറോസ് ഏർന്ന് കിട്ടിയ ആളാ. ചെല്ലി വിളിക്കുന്നുണ്ട്. ചെല്ലടോ. എന്റെ പേരെന്തെന്നാ പറഞ്ഞു? അയ്യപ്പദാസ്. അയ്യപ്പദാസെ 19 വർഷമായിട്ട് ഈ മണ്ണി ചവിട്ടിയാണ് ഞാൻ നടക്കുന്നത്. പാർട്ടിക്ക് ചിലപ്പോൾ പേടിയുണ്ടാവും, പക്ഷെ എനക്കതില്ല. അതുകൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. ആരാപ്പോ ഇത്? സാറെന്താ അന്തം വിട്ടിക്കുന്നു? സാറ് വന്നേ, ഒരു കാര്യം പറയാണ്ട്. വാ സാറേ, ഒരത്യാവശ്യ കാര്യമാണ്. ഡ്യൂട്ടിയിലാണ്. ഓലക്കാണ് ഡ്യൂട്ടി. നിങ്ങൾക്ക് കാറ്റുണ്ടാ? അയാൾ ചോറ് കഴിച്ച് വരുമ്പോഴത്തേക്കും 2 അടിച്ചിട്ട് പോയിക്കോ. അയാൾ നിങ്ങളോട് പറഞ്ഞാലേ ഞാൻ കേട്ടിന്. മുകുന്ദൻ ഒതിർക്കല്ലാത്ത ചെറ്റ. ആ ഓ മാത്രല്ല, ഓന്റെ പാർട്ടിക്കാർ. അല്ല, നിങ്ങള് എന്തെന്നാടെ വേറെ പാർട്ടിയാല് ഈടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ട്. ജീവിക്കണ്ടേ? അതുകൊണ്ട് സഖാവെങ്കിൽ സഖാവ്. വയസ്സേ 36. പാനൂരുകാരനായിട്ട് പെണ്ണും കിട്ടുന്നില്ല. കുരിപ്പ്. നിങ്ങൾക്ക് വേണ്ട? നിന്റെ പൊന്നയ്യപ്പദാസെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെയല്ല. ഇതെല്ലാം നേർച്ച കേസാ. ഏത് നിമിഷം തീരും. ഒരകലം പാലിച്ച് നടന്നു. കൊല്ലാൻ വരുന്നവൻ പോലീസാണോ ഗവൺമെന്റാണോ നോക്കൂല. ഏടുന്നു എപ്പോഴും എന്തു സംഭവിക്കാം. ചിലപ്പോ ഇപ്പോ ഈ കല്യാണം വീട്ടുന്നായിരിക്കും പെട്ടെന്നൊരു ബോംബ്. ഇയാൾ ആരെന്ന് നീ വിചാരിച്ചേ? 90 മുതലേ എതിർ പാർട്ടിക്കാർ ലിസ്റ്റിലെ ആദ്യത്തെ പേര് ഇയാൾതാ, പന്ന്യന്നൂർ മുകുന്ദൻ. ഇതുവരെ ഇയാളൊരു ബുദ്ധി കേന്ദ്രനു, പക്ഷെ ഇപ്പം പെട്ട്. ഏത്? നീ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. വിനോദ് വധക്കേസ് 2-3 കൊല്ലം മുമ്പ് തെയ്യം നടക്കുമ്പോൾ തീർത്ത് കളഞ്ഞില്ലേ? അതിൽ 9ാം പ്രതി അയാൾ. അവരുടെ പാർട്ടിയുടെ ശക്തിയാണ് വിനോദ്. അപ്പൊ അവര് വെറുതെ വിടുമോ? നാളെ അതിന്റെ സാക്ഷി വിസ്താരം തുടങ്ങുന്ന. സൂക്ഷിച്ചോ. പോയി ഡീസൽ അടിച്ചിട്ടോ.
1998 ഏപ്രിൽ 14 കേരളം നടുങ്ങിയ ഒരു വിഷുദിനം. കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ ചരിത്രം തനിക്ക് മുൻപും ശേഷവുമാണ് എന്ന് അടയാളപ്പെടുത്തിയ സഖാവ് പന്ന്യന്നൂർ മുകുന്ദൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് അന്നാണ്. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായിരുന്ന അദ്ദേഹത്തെ RPIM പ്രവർത്തകർ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കണ്ണൂരിനെ സംബന്ധിച്ച് കറുത്ത ദിനങ്ങളായിരുന്നു അത്. നിരവധി അക്രമങ്ങളും കൊലപാതകങ്ങളും തുടർന്നരങ്ങേറി. ശാരീരികമായി പഴയ ആരോഗ്യസ്ഥിതി തിരിച്ചു കിട്ടിയില്ലെങ്കിലും മുകുന്ദന്റെ തിരിച്ചുവരവ് അമ്പരപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിൽ അദ്ദേഹം മറ്റൊരു പോർമുഖം തുറന്നു. പന്ന്യന്നൂർ മുകുന്ദൻ എന്ന പേര് കണ്ണൂർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച മറ്റൊരു പേരായി തീർന്നു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 2 തവണ നിയമസഭയിലെത്തിയ മുകുന്ദൻ സംഘടനാ രംഗത്തെ മികവിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. 1982 രാഷ്ട്രീയ വൈരികൾ കൊലപ്പെടുത്തിയ ബ്രണ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ സഖാവ് PM സുധീഷിന്റെ പിൻഗാമിയായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച മുകുന്ദൻ കണ്ണൂരിന്റെ തീപ്പൊരി MK രാഘവന്റെ ശിഷ്യനായതോടുകൂടി അനിഷേധ്യ നേതാവായി വളരുകയായിരുന്നു. MKR പാർട്ടി വിട്ടപ്പോഴും അദ്ദേഹത്തിന്റെ കാർക്കശ്യ ശൈലി പിന്തുടർന്ന മുകുന്ദൻ പിന്നീട് RPIMന്റെ അപകടകാരിയായ നേതാവായി വാഴ്ത്തപ്പെട്ടു. ജില്ലാ സെക്രട്ടറി ആയതോടുകൂടി അത് ഏറ്റവും വന്യവും ഭീതിയും ഉളവാക്കുന്ന സംഘർഷത്തിലേക്ക് കണ്ണൂരിനെ എത്തിച്ചു. ഒടുവിൽ അപകടം തിരിച്ചറിഞ്ഞ പാർട്ടി തന്നെ മുകുന്ദനെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റി. അതൊരു രാഷ്ട്രീയ പതനമായിരുന്നു. ഈ വീഴ്ചയിൽ നിന്ന് സഖാവിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ച ആരാധകരെയും അണികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആക്രമിക്കപ്പെടുന്നത്. ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. എന്താ ഇനിയും നമ്മൾ ന്യൂസ് ഹോൾഡ് ചെയ്യണോ? അതാ ഞങ്ങളും ആലോചിക്കുന്നത്. We are waiting for your decision. Medias are also waiting. ആ സഖാവേ, അതെയാ, അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. ഞാനും കണ്ടു. നമ്മളെക്കാളും നിശ്ചയം അവർക്കാണല്ലോ. അതെയാ, എന്നാ പിന്നെ അങ്ങനെ മതി, ഞാൻ സംസാരിക്കാം. ശരിയുണ്ട്, ഞാനിവിടെ ഉണ്ട്. സാർ, സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിക്കാം. മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പോൾ കൊടുക്കണ്ട. PR-നോട് പറഞ്ഞേക്കും. അപ്പോൾ അത് തന്നെയാ തീരുമാനം. ഹോൾഡ് ചെയ്യാം.